നമസ്കാരം. നമ്മുടെ രാജ്യം നാളെ 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. നമുക്കറിയാം, രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളിലും പരേഡുകളും മറ്റും വീക്ഷിക്കുന്നതിന് വേണ്ടി മുഖ്യ അതിഥിയായി ഇത്തവണ എത്തുന്നത് ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ ആണ്. അതുകൊണ്ട് തന്നെ ശക്തമായ സുരക്ഷ എല്ലാ വർഷത്തെയും എന്ന പോലെ തന്നെ ഈ വർഷവും ഒരുക്കിയിട്ടുണ്ട്. അവസാന ഘട്ടത്തിലുള്ള റിഹേഴ്സൽ ഉൾപ്പെടെ ഇന്നലെ കർത്തവ്യ പഥിൽ നടക്കുകയും ചെയ്തു. അതേസമയം തന്നെ ഒരു വലിയ ഭീഷണി റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ ഭീഷണി അല്ലെങ്കിൽ ഒരു സുരക്ഷാ പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിഘടനവാദികൾ അല്ലെങ്കിൽ ഭീകരവാദികളെ ആയിരിക്കും ആദ്യം സംശയിക്കുക. പക്ഷേ ഇത് അത്തരത്തിലുള്ള ഒരു ഭീഷണിയല്ല, മറിച്ച് പക്ഷികൾ ഈ ചടങ്ങ് അലങ്കോലമാക്കുമോ എന്ന ആശങ്കയാണ് നിലവിൽ നിലനിൽക്കുന്നത്. ഇന്റലിജൻസ് ബ്യൂറോ അടക്കമുള്ള ഏജൻസികളും ഇത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. കടുത്ത മാലിന്യ പ്രശ്നങ്ങൾ മൂലം പക്ഷികളുടെ എണ്ണത്തിൽ വളരെയധികം വർധന ഉണ്ടായിട്ടുണ്ട്. ഇത് തന്നെയാണ് ആശങ്കയ്ക്ക് ഉള്ള കാരണം എന്ന് പറയുന്നതും. ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പരുന്തുകൾ ഉൾപ്പെടെയുള്ള പക്ഷികൾ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് എയർഫോഴ്സ് യുദ്ധവിമാനങ്ങളുടെ പരേഡിന് എല്ലാ കാലത്തും ഭീഷണിയാണ്. എല്ലാ വർഷവും സമാനമായ ഒരു സാഹചര്യം ഉണ്ടാവാറുമുണ്ട്. ഒരു പക്ഷിയൊന്നും തട്ടിയാൽ ഒരിക്കലും ഒരു യുദ്ധവിമാനത്തിന് കേടുവരില്ല എങ്കിൽ പോലും ഒന്നിലധികം പക്ഷികളെ ഇടിക്കുകയാണെങ്കിൽ ഇതൊക്കെ യുദ്ധവിമാനത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. വിമാനത്തിന് കേടുപാടുകൾ ഉണ്ടാക്കുക എന്ന് മാത്രമല്ല, മറിച്ച് ഈ ചടങ്ങ് വീക്ഷിക്കാൻ എത്തുന്ന സാധാരണക്കാരായ പൗരന്മാരെയും വിശിഷ്ട അതിഥികൾക്കുമൊക്കെ വലിയ ഭീഷണി ഇവ ഉണ്ടാക്കാറുണ്ട്. കാരണം മാംസവും മറ്റും കൊത്തി പറന്നു പോകുന്നതിനിടയിൽ ഇതൊക്കെ താഴേക്കിടാനുള്ള ഒരു സാഹചര്യം കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ കർത്തവ്യ പഥിന് സമീപത്തേക്ക് പക്ഷികൾ വരാതിരിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ എയർഫോഴ്സും ദില്ലിയിലെ വനം വന്യജീവി വകുപ്പും ചേർന്നാണ് പക്ഷികളെ തുരത്താനുള്ള പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. പക്ഷികൾക്ക് സ്ഥിരമായി മാംസം വലിച്ചെറിഞ്ഞ് നൽകുന്ന ചില കേന്ദ്രങ്ങളുണ്ട്. പരേഡ് സമയത്ത് അവിടെ കൂടുതൽ ഭക്ഷണം നൽകിക്കൊണ്ട് ഈ പരേഡ് നടക്കുന്ന സ്ഥലത്ത് നിന്ന് പക്ഷികളെ ഒഴിപ്പിക്കുക എന്നതാണ് ആദ്യത്തെ ഒരു ശ്രമം എന്ന് പറയുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷവും 10 സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ പക്ഷികൾക്ക് വേണ്ടി മാംസം നൽകിയിരുന്നു. പരേഡിന് മുന്നോടിയായിട്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ഭക്ഷണം നൽകൽ. പരേഡ് പ്രദേശത്ത് നിന്നും കുറെ നേരമൊക്കെ ഇത് വിട്ടു നിൽക്കാൻ ഇത്തരത്തിലുള്ള ഒരു സജ്ജീകരണം വളരെയധികം ഫലപ്രദമാണ് എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരടക്കം പറയുന്നതും. 2022 എയർ ഷോയ്ക്ക് മുന്നോടിയായി 10 പക്ഷികളെ പിടികൂടി വെച്ചിരുന്നത്. പിന്നീട് ഇത് റിപ്പബ്ലിക് ദിന പരേഡൊക്കെ അവസാനിച്ചതിന് ശേഷം ഇവരെ തുറന്നു വിടുകയും ചെയ്തിരുന്നു. 2022ലും 2023ലും നടന്ന വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു പക്ഷികളെ തുരത്താനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നത്. അങ്ങനെ പല തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെ ഒരു തരത്തിലും ആ ചടങ്ങിന് അഭംഗിയാവുന്നതൊന്നും സംഭവിക്കരുത് എന്ന കർശനമായ ഒരു ബോധ്യത്തോടു കൂടി തന്നെയാണ് നമ്മുടെ അധികാരികൾ മുന്നോട്ട് പോകുന്നത്. നിലവിൽ എന്തായാലും ഈ പക്ഷികളെ കുറിച്ചുള്ള വാർത്ത ദേശീയ മാധ്യമങ്ങൾ ഒന്നടങ്കം റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.